1937 ഗാന്ധി എഴുതുന്നുണ്ട്, ഫ്രാൻസ് ഫോർ ഫ്രഞ്ച്, ബ്രിട്ടൻ ഫോർ ബ്രിട്ടീഷ്, പാലസ്റ്റീൻ ഫോർ പാലസ്റ്റീനിയൻ എന്ന്. യോം കിപ്പൂറിന് ശേഷമാണ് പാലസ്റ്റീനിയൻ ആശയം വന്നതെന്നല്ലേ ആർസി പറയുന്നത്. യോം കിപ്പൂറിന് ശേഷമല്ല, 1964 PLO വരുമ്പോൾ തന്നെ പാലസ്തീനിയൻ എന്നുള്ള സാധനമാണ് അവർ പറയുന്നത്. 67 ശേഷം ഓക്കെ രാജ്യം ഈ ഗാസയും ഗോലാൻ ഹൈറ്റ്സും ഇങ്ങനെയൊക്കെയുള്ള സാധനം, മറ്റേ വെസ്റ്റ് ബാങ്കും എല്ലാം വരും. പാലസ്തീൻ രാജ്യത്ത് അത്രേ ഉള്ളൂ. പടപ്പാണ്. എന്താണ് സംശയം? അങ്ങനെ രാജ്യം ഇല്ലല്ലോ. അങ്ങനെ രാജ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ രാജ്യം ഇല്ല. രാജ്യം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. പാലസ്തീൻ രാജ്യം സ്ഥാപിതമായി എന്നൊക്കെ പറയും. ഇതെല്ലാം പാലസ്തീനാണ്. ജോർഡനും ഇസ്രയേലും ഈ പറയാൻ പോകുന്ന ഗാസയും ഇതെല്ലാം പാലസ്തീനിയൻ ഏരിയ ആണ്, മാൻഡേറ്റ് ആണ്. എന്താണ് ഞാൻ പറഞ്ഞാൽ തെറ്റതിനകത്ത്? ജൂയിഷ് മൈഗ്രേഷൻ നടക്കുമ്പോഴല്ലേ ഗാന്ധി ഇങ്ങനെ എഴുതിയത്? അതെ അതെ, ഗാന്ധി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അറബ് മുസ്ലിങ്ങൾക്ക് പോലും വേണ്ടാത്ത ഓട്ടോമാൻ എംപയറിന്റെ പതനം കണ്ടുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുകയും തൊണ്ടയിൽ നിന്ന് ആഹാരം ഇറങ്ങാതാവുകയും ചെയ്ത വ്യക്തിയാണ് ഗാന്ധി. എന്തൊരു ദുഃഖമായിരുന്നു ഗാന്ധിക്ക്. ഈ ഓട്ടോമാൻ എംപയർ, ഇവിടുത്തെ നമ്മളിപ്പോ ഈ കാണുന്ന പൂങ്കണ്ണീർ ടീമുകളുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ദുഃഖമായിരുന്നു ഗാന്ധിക്ക്. ഓട്ടോമാൻ എംപയർ, ഖലീഫയെ ഒക്കെ പറഞ്ഞു വിട്ടത് ഗാന്ധി പറഞ്ഞു എനിക്ക് ഉറങ്ങാനേ, തൊണ്ടയിൽ നിന്ന് ആഹാരം ഇറങ്ങുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല എന്നായിരുന്നു ഗാന്ധി പറഞ്ഞത്. ഇവൻ അവിടുത്തെ അറബ് മുസ്ലിംസ് ഇവന്മാരെ ഓടിക്കുകയായിരുന്നു. അതാണ് രസം. ഈ പറയുന്ന സൗദിയും ഇറാഖും ജോർഡനും ഒക്കെ ഉള്ള ടീമുകൾ, അവര് ആ സാമ്രാജ്യത്തിനെതിരെ അവിടെ പൊരുതുന്ന സമയത്താണ് ഗാന്ധിക്ക് ഇവിടെ ഉറക്കം നഷ്ടപ്പെട്ടതും തൊണ്ടയിൽ നിന്ന് ആഹാരം താഴോട്ട് ഇറങ്ങാത്ത അവസ്ഥ ഉണ്ടായത്. അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇപ്പൊ കാണുന്ന കപട വേഷങ്ങളെല്ലാം തന്നെ.